വയനാട് ദുരന്തം നമ്മളെയൊക്കെ ഏറെ ഞെട്ടിച്ച, ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു വലിയ ദുരന്തമായിരുന്നു. ഒരുപാട് ആളുകൾ ജീവനൊക്കെ നഷ്ടപ്പെട്ടു, വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വലിയ വിവാദം നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് യാതൊരു വിധത്തിലുള്ള ധനസഹായവും കൊടുക്കുന്നില്ല, അതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. അവിടെയുള്ള ആളുകളുടെ അവസ്ഥയും വളരെ കഷ്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഈ ന്യായീകരണങ്ങൾ, ഇതൊക്കെ എങ്ങോട്ടാണ് ഈ ഒരു വിഷയത്തെ കൊണ്ടുപോകുന്നത്? ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കില്ലേ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കപ്പുറം, പക്ഷേ എൻ്റെ കൂടെ തന്നെ ഒരു ചോദ്യം കൂടി. ഒരു പ്രധാനമന്ത്രി 7 മണിക്കൂറോളം എല്ലായിടത്തും, ദുരന്തം നടന്ന എല്ലായിടത്തും പോയി കണ്ട് ആളുകളുടെ കണ്ണീര് തുടച്ച് ചേർത്ത് പിടിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അപ്പുപ്പ എന്ന് വിളിച്ച് PR വർക്കിൻ്റെ അങ്ങ് അറ്റം വരെ നമ്മൾ കണ്ടതാണ് വയനാട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് മോദി വയനാടിനെ ചതിച്ചത്, വയനാട്ടിലെ ജനങ്ങളെ ചതിച്ചത്? ഇത് ഗൗരവമായിട്ട് കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പരിശോധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രതിനിധികളാണ്, നമ്മളതിൻ്റെ പൗരന്മാരാണ്. ഇന്ത്യക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തത്തിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും ജനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സഹായം എത്തിക്കാറുണ്ട്. നമ്മൾ കേരളവും അതുപോലെ തന്നെയാണ്. പുറത്തെവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ ഇഷ്ടം പോലെ, ഗവൺമെൻറ് തലത്തിൽ മാത്രമല്ല, ആളുകൾ എന്ന നിലയ്ക്കും ഓരോ വ്യക്തികളും ഇഷ്ടം പോലെ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. എല്ലാ രീതിയിലും ആളുകളെ സഹായിക്കുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ കാണിക്കാറുള്ളതാണ്. ഇവിടെയും നമ്മളത് പ്രതീക്ഷിച്ചൊരു നമ്മുടെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മൾ ഈ ചർച്ചയിൽ നേരത്തെ തന്നെ നടക്കുന്ന സമയത്ത് മോദി വന്നതൊക്കെ നമ്മൾ വളരെ ആഹ്ലാദത്തോടുകൂടി കണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരികയും ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ധന്യ പറഞ്ഞ പോലെ 6-7 മണിക്കൂറൊക്കെ നടന്ന് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ആ വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ്. അത് നിസ്സാരമായ കാര്യമാണ്. കാരണം കുറച്ച് പണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമാശ്വസിപ്പിക്കാനായിട്ട് കഴിയും. അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും കൊടുത്തില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള കാര്യം. നമ്മൾ ആരോടാണ് ഇതിന് പരാതി പറയണം? ആരോടാണ് നമുക്ക് പരാതി പറയാനായിട്ട് പറ്റുന്നത്? കേന്ദ്രം ഇത് ചെയ്തില്ല. കേരളം വളരെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കേന്ദ്രം ഇതിനകത്ത് സഹായിക്കുമെന്ന് പൊതുവൊരു ധാരണ ഉണ്ടായിരുന്നു. മാത്രമല്ല, കേരളത്തിലെ BJPയും ആ കാര്യത്തിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യർക്കാണ്, പാർട്ടികൾക്കല്ല സംഭവിക്കുന്നത്. ആ ദുരന്തത്തിൽ മരിച്ച മനുഷ്യരെന്ന് പറഞ്ഞാൽ BJPക്കാരനോ കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ ഒന്നുമല്ല, മനുഷ്യനാണ് മരിച്ചത്. ആ മനുഷ്യനെ സഹായിക്കാൻ കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ് എന്ന് പറയാം. പക്ഷേ അത് നമ്മുടെ രാഷ്ട്രീയ വർത്തമാനം മാത്രമാണ്. കേന്ദ്രം ഭരിക്കുന്നത് ഇന്ത്യയുടെ സർക്കാരാണ്, ഭാരതത്തിൻ്റെ സർക്കാരാണ്. അപ്പോൾ ഭാരതത്തിൽ എവിടെയും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനും അതിന് പരിഹാരം കാണാനും ആ സർക്കാരിന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. കേരളം എന്ന് പറയുന്നത് BJPക്ക് ഭരണം കൊടുക്കാത്തതും അതേപോലെ തന്നെ BJPക്ക് MLA കൊടുക്കാത്തതുമായിട്ടുള്ള സംസ്ഥാനമാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ മരിച്ച് പോയ മനുഷ്യരെന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിക്കാരാണ് എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. BJPക്കാരനാണ് മരിച്ചതെന്നോ, കോൺഗ്രസ്സുകാരാണ് മരിച്ചതെന്നോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരനാണ് മരിച്ചതെന്നോ, കേരള കോൺഗ്രസ്സുകാരനാണ് മരിച്ചതെന്നോ ഒന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ മരിച്ചത് മനുഷ്യരാണ്. ആ മനുഷ്യരെ സഹായിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സർക്കാർ ജനോപകാരമായിട്ടുള്ള ഒരു തരത്തിൽ പ്രവർത്തിച്ചെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. അല്ല, പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ പ്രധാനമായി നമ്മുടെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ പോലുള്ളൊരു പ്രമുഖനായ കേന്ദ്ര സഹമന്ത്രി ഇവിടെ ഉണ്ട്. BJPക്ക് ഒരു MBA കേരളം കൊടുത്തു. BJPയുടെ സംസ്ഥാന നേതൃത്വമുണ്ട്. ഇവരൊക്കെ കൃത്യമായി ഈ കാര്യത്തിലൊന്ന് ഇടപെടേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ്. അതെ, ഇവർ തീർച്ചയായിട്ടും ഇടപെടേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊരു MBA കിട്ടി. ആ MB പരമാവധി നല്ല രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നാളെ 2 എണ്ണം ആകാതെ. അതിന് പകരമായിട്ട് ജനങ്ങളുടെ ഒരു വിഷയം വരുന്ന സമയത്ത് MB അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചു കളിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ള MB തന്നെ ഇല്ലാതാവും. മാത്രമാണ് അതേ സംഭവിക്കുള്ളൂ. അത് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ എന്താണ് സർക്കാർ എടുക്കേണ്ട നിലപാടെന്ന് പറയുന്നത്? സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, സർക്കാരിന്റെ ആവശ്യം എന്ന് പറയുന്ന ഇത്തരം സാഹചര്യങ്ങളാണ്. അല്ലാതെ നാട്ടിൽ പലയിടത്തും ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുകയോ മറ്റു തരത്തിലുള്ള ദുരന്തങ്ങളുണ്ടായി മരിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് സർക്കാരിൻ്റെ ഒരു സഹായം ആവശ്യപ്പെടുന്നത് പോലെയല്ല, ഇതേപോലെ ഒരു മഹാദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ
സർക്കാരിൻ്റെ സഹായം പക്ഷേ ആവശ്യപ്പെടുകയും ഇവിടെ സർക്കാർ നമ്മളോട് പറയുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇവർ പറയുന്നത് സർക്കാർ ഇവിടെ നിന്ന് കൊടുത്ത കാര്യങ്ങൾ, അതായത് എസ്റ്റിമേറ്റ്, അതിൽ പൈസ പണം കൂട്ടി ഇപ്പോൾ ഒരു മൃതദേഹം അടക്കുന്നതിന് തന്നെ 1 ലക്ഷം രൂപയുടെ അടുത്ത് ചിലപ്പോൾ ഒരു റീത്തിന് തന്നെ ഏകദേശം 2000-3000 രൂപ ഇതുവരെ കേൾവി പോലും ഇല്ലാത്ത എസ്റ്റിമേറ്റാണ് കേന്ദ്രത്തിന് കൊടുത്തത്. അതിൽ കൃത്യമായ തീരുമാനം വരട്ടെ, എന്നിട്ട് നോക്കാം എന്നാണ് കേന്ദ്രം പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ തുടക്കത്തിലെ കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല അത്തരം കാര്യങ്ങൾ കാണേണ്ടത്. ഇവര് ഒരു കള്ളക്കണക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. കള്ളക്കണക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിന് ഇത് കള്ളക്കണക്കാണെന്ന് പറഞ്ഞ് എടുത്ത് കളയാം. കേന്ദ്രത്തിന് നേരിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇടപെടാം. എത്രമാത്രം പണമാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്, എന്ത് ദുരന്തമാണ് ഉണ്ടായത്. നമുക്കതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, കേന്ദ്രത്തിന് സംവിധാനമുണ്ട്. അവരിവിടെ ഒന്ന് പരിശോധനയൊക്കെ നടത്തിയാണ്. അപ്പോൾ അവർക്ക് വിലയിരുത്താനായിട്ട് കഴിയും എത്രമാത്രം പണമാണ് ഇതിൻ്റെ പരിഹാരത്തിന് വേണ്ടി വരുന്നത് എന്നുള്ളത്. ആ പണം അവർ നേരിട്ട് ചെലവഴിച്ചാൽ കേന്ദ്രത്തിൽ നിന്നും കൊടുക്കണ്ട. നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ പണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കാനും അവരുടെ ദുരിതാശ്വാസ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിച്ചാൽ ഇത് അവസാനിപ്പിക്കാവുന്നേ. ഇത് പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ബോധപൂർവമായിട്ട് പണം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേത് ശരിയാണോ? ഒരു മൃതദേഹം സംസ്കരിക്കാണ്ട് 75,000 രൂപ എന്ന് പറഞ്ഞാൽ എന്തൊരു തോന്നിയാസവും വൃത്തികേടുമാണ് അതൊക്കെ വിളിച്ചത്. ഈ ഉദ്യോഗസ്ഥൻ IAS പാസ്സായ ആളുകളാണ് ഈ സാധനം എഴുതി വെക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ മാഷെ അതിൽ വേറൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ധന്യയും കൂടിയാണല്ലോ ചോദിച്ചത്. അപ്പോൾ അതിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന കണക്കുകൾ, ഇപ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കൊടുത്താൽ മാത്രമാണ് ഒരു 15,000 കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കൊരു സംസ്കാരമുണ്ടോ, ഒരു എന്താണ് ബ്യൂറോക്രാറ്റ് സംസ്കാരമുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് ശരിയാണോ മാഷെ? അല്ല, അത് ബ്യൂറോക്രാറ്റിക് കൾച്ചർ തന്നെയാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഗവൺമെൻറ് ഉണ്ടാക്കി വെക്കുന്ന സംവിധാനമാണ്. ഏത് ഗവൺമെൻറ് ആയാലും പാർട്ടി ഒരു പ്രശ്നമല്ല, കോൺഗ്രസോ BJP അല്ലെങ്കിൽ മാർക്സിസ്റ്റ് എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ഈ ബ്യൂറോക്രസിയുടെ ഒരു കാഴ്ചപ്പാടാണ്. അതായത് നമുക്ക് ഇത്ര നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നു, നമ്മൾ ഒരു 100 കോടിയുടെ നഷ്ടം ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു 10 കോടി കൊടുക്കും. അങ്ങനെയാണോ കാര്യങ്ങൾ കാണേണ്ടത്? അല്ലല്ല, ശരിക്കും എന്ത് നഷ്ടം വന്നു ആ നഷ്ടം പരിഹരിക്കാനുള്ള സംവിധാനമുണ്ട്. അതല്ലാണ്ട് ഇവർ കൊടുക്കുന്ന കണക്കിൻ്റെ ഇത്ര ശതമാനം ആണ് പണം കൊടുക്കുകയുള്ളൂ എന്ന ഒരു മുൻധാരണ, ആ മുൻധാരണയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുകയും ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത തരത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ എന്ന് പറഞ്ഞ് ഈ IAS ഓഫീസേഴ്സ് എഴുതി വെക്കുകയും ചെയ്യുന്നത് അതൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. അത് പൊതുവെ മാറ്റേണ്ട ഒരു ആവശ്യമാണ്. നമ്മളുടെ വിഷയം എന്താണ്? കേരളത്തിലെ ജനങ്ങളെ ഇത്തരത്തിൽ വലിയ ദുരന്തത്തിൽ പെട്ടുപോയി. ആ ദുരന്തത്തിൽ പെട്ടുപോയവരെ സഹായിക്കാനായിട്ട് സർക്കാർ തയ്യാറാവണം. കേന്ദ്ര ഗവൺമെൻറ് ആയി കഴിഞ്ഞാലും കേരള ഗവൺമെൻറ് ആയി കഴിഞ്ഞാലും അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അപ്പം നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു, കേരളം എന്താണ് ഇന്ത്യയിലില്ലേ? അത് പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ചോദിക്കേണ്ടി വരികയാണ്. വയനാട് ജനങ്ങൾ തന്നെ ചോദിക്കുന്നു, മോദിക്ക് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന്. അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? കേരളത്തിലാണ് ഈ ദുരന്തം ഉണ്ടായപ്പോൾ സഹായമൊന്നും കിട്ടാതെ പോയത്. ബീഹാറിൽ ഇഷ്ടംപോലെ പണം കൊടുക്കാൻ തയ്യാറായി, മഹാരാഷ്ട്രയിൽ പണം കൊടുക്കാൻ തയ്യാറാണ്, മറ്റെവിടെ ആയാലും പണം കൊടുക്കാൻ തയ്യാറാണ്. കേരളത്തിന് കൊടുക്കില്ല. ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമല്ല. നേരത്തെ കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇത് തന്നെ കേരളത്തിന് അങ്ങനത്തെ ഒരു അവഗണന. കാരണം എന്ന് വെച്ചാൽ 1957 നമ്മൾ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യം വന്ന മന്ത്രിസഭ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നു. അന്ന് മുതൽ ഈ പ്രശ്നം നിലനിലുണ്ട്. അതായത് കേരളത്തിന് പണം കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്രം ഇനി അതൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇനി കേരളം കോൺഗ്രസ് ഭരിച്ച സമയത്ത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു. ആ സമയത്ത് എന്തുണ്ടാണ് നന്നാക്കണം? കേരളത്തിന് ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമായിട്ട് വടക്കേ ഇന്ത്യൻ ലോബി അങ്ങനെ അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വിദ്യാഭ്യാസത്തിന് പോലും നമുക്ക് പണം ആവശ്യത്തിന് അവർ തരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നമ്മൾ വലിയ പുരോഗതി പ്രാപിച്ചു ഇവർ അങ്ങ് കണക്കെഴുതിയൊക്കെയാണ്. ഇനി ഇവരെന്തിനെ സഹായിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ അതുപോലെ തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾ വലിയ ആരോഗ്യ സംരക്ഷണം നടത്തുന്നതായിട്ടുള്ള സംസാരമില്ല, നിങ്ങൾക്ക് എന്തിനാഞ്ഞത് എന്ന് പറഞ്ഞ് നമുക്ക് ആ രീതിയിൽ ലഭ്യമാകേണ്ടതായിട്ടുള്ള പണം ലഭിക്കുന്നില്ല. റെയിൽവേ, നമ്മളുടെ ആളുകളാണ് ഒരുപാട് പണം കൊടുത്ത് റെയിൽവേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റെയിൽവേയുടെ പുതിയ വികസന പരിപാടികളൊന്നും വരുന്ന സമയത്ത് അതിൽ കേരളമില്ല. അപ്പം അതുകൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായിട്ടും
കേരളം എന്താണ് ഇന്ത്യയിലില്ലേ എന്ന് അത് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായും മാഷെ, നമുക്കിത് ചർച്ച അവസാനിപ്പിക്കാനുള്ളൊരു സമയമായി. ആ സമയം നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തെ ഇങ്ങനെ അവഗണിക്കരുത്, കൃത്യമായ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ത്യയിൽ നിന്ന് അർഹമായ സാധനം കിട്ടിയേ പറ്റൂ. അത് തന്ന് ഞങ്ങളെ ഇതിൻ്റെ കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന മാത്രം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെക്കാനുള്ളൂ. തീർച്ചയായും.